നമസ്കാരം. എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ്ലി കൊമേഴ്സ് റിലേറ്റഡ് എക്സാംസിനും അല്ലാതെ റിസർച്ച് അസിസ്റ്റൻറ്റ് അങ്ങനെ തുടങ്ങിയ എക്സാംസിനും ഒക്കെ ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാംസിനൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും നമ്മുടെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും ഒക്കെയാണ്. റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ് നയിക്കാം. അപ്പം ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മാനേജ്മെൻറ്റ്? അല്ലേ, ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇവിടെ ഡയറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആരാണ്? ഓപ്ഷൻ എ ഹെൻറി ഫയോൾ ആണ് കേട്ടോ. ഓപ്ഷൻ എ ഹെൻറി ഫയോൾ ആണ് എന്ത്? ഫാദർ ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. ഓപ്ഷൻ എ ഹെൻറി ഫയോൾ ആണ് ഫാദർ ഓഫ് മാനേജ്മെൻറ്റ്. ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആരാണ്? ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെയ്ലർ ആണ്. ഓക്കെ, ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? ഹെൻറി ഫയോൾ ആണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആരാണ്? FW ടെയ്ലർ ആണ്. ഓക്കെ, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ഈ ഒരു ടേം കൊണ്ടുവന്നത് ആരാണ്? മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് പീറ്റർ ഓഫ് ഡ്രക്കർ ആണ്. ഒരു മോഡേൺ മാനേജ്മെൻറ്റ് തിങ്കർ ആണ് ആര്? പീറ്റർ ഓഫ് ഡ്രക്കർ. അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹോത്തോൺ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത വ്യക്തിയാണ് ആര്? എൽട്ടൺ മായോ. ഓക്കെ ആണ്. അപ്പോൾ ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ഹെൻറി ഫയോൾ. അതുപോലെ തന്നെ മോഡേൺ മാനേജ്മെൻറ്റ് തിങ്കർ അല്ലെ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ടേം കൊണ്ടുവന്നത് ആരാണ്? പീറ്റർ ഓഫ് ഡ്രക്കർ ആണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് കോയിൻ ചെയ്ത വ്യക്തിയാണ് ആര്? ഫെഡറിക് ടെയ്ലർ അല്ലെങ്കിൽ ഫെഡറിക് വിൻസ്ലോ ടെയ്ലർ അല്ലെങ്കിൽ FW ടെയ്ലർ. എൽട്ടൺ മായോയെ പറ്റി പറയുമ്പം നമ്മുടെ ഹ്യൂമൻ റിലേഷൻ സ്കൂൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? എൽട്ടൺ മായോ. ഹോത്തോൺ എക്സ്പെരിമെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ഹ്യൂമൻ റിലേഷന് പ്രാധാന്യമുണ്ട് എന്ന് സ്റ്റഡി ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ് ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്. ഹോത്തോൺ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലാണ് അല്ലേ. ഹോത്തോൺ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലാണ്. ആ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി ചിക്കാഗോയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആ എക്സ്പെരിമെൻ്റ് ആണ് ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്ത വ്യക്തി അല്ലെ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ ആരാണ്? എൽട്ടൺ മായോ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? 2, MBO സ്റ്റാൻഡ്സ് ഫോർ ഇൻ മാനേജ്മെൻറ്റ് അല്ലേ. വാട്ട് ഡസ് MBO നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ്. ആരാണ്? പീറ്റർ ഓഫ് ഡ്രക്കർ. ഓക്കെ, പീറ്റർ ഓഫ് ഡ്രക്കർ ആണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. എന്താണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ? നമ്മളുടെ ഓർഗനൈസേഷൻ്റെ എയിം അല്ലെ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഒരുപോലെ കൊണ്ടുവരിക അല്ലെ, അവരെയും കൂടി എന്ത് ചെയ്യുക? പങ്കെടുപ്പിക്കുക. ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരെയും കൂടി എന്ത് ചെയ്യുക? പങ്കെടുപ്പിക്കുക. അതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. According to Henry Fayol, how many principles of management are there? ഹെൻറി ഫയോൾ കൊണ്ടുവന്നത് എത്ര പ്രിൻസിപ്പിൾസ് ആണ്? 14 ആണ് അല്ലേ. 14 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏതാണ്? 14. എത്ര സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 4. ഓക്കെ, നമ്മുടെ ഫയോളിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഏതായിരുന്നു? ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കിൽ എന്താണ് പറയുന്നത്? ടോട്ടൽ വർക്കിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടാസ്കുകളാക്കി ഓരോ ടാസ്കും അത് ചെയ്യാൻ അറിയാവുന്ന എംപ്ലോയീസിന് അവരുടെ ക്വാളിഫിക്കേഷനും ഇൻട്രസ്റ്റിനും ഒക്കെ അനുസരിച്ച് കൊടുക്കുന്ന ഫസ്റ്റ് ഫയോളിൻ്റെ പ്രിൻസിപ്പിളാണ് ഏത്? ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തെ ആണ് ഏത്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇല്ലേ. ഫയോളിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓർഡറുകൾ കൊടുക്കാനുള്ള അധികാരത്തിനെ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറിനെ നമുക്ക് എന്തെന്ന് പറയാം? അതോറിറ്റി എന്ന് പറയാം. അതനുസരിക്കാനുള്ള കടമയാണ് എന്ത്? റെസ്പോൺസിബിലിറ്റി. ഒരു ഓർഗനൈസേഷനിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ആര് പറയുന്നത്? ഫയോൾ പറയുന്നത്.
മൂന്നാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നതാണ്, ഡിസിപ്ലിനിൽ പറയുന്നതാണ്. എന്താണ് ഡിസിപ്ലിനിൽ പറയുന്നത്? ഓർഗനൈസേഷനിലെ അധികാരികളോടുള്ള റെസ്പെക്റ്റ് അല്ലേ, അവിടെയുള്ള റൂൾസ് അനുസരണം ഇതൊക്കെ ഉണ്ടാവണം ഒരു ഓർഗനൈസേഷനിൽ. അതുപോലെ മാനേജ്മെൻറ്റും എന്തായിരിക്കണം? ഡിസിപ്ലിൻഡ് ആയിരിക്കണം. വർക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഡിസിപ്ലിൻ ആവശ്യം, ആരുടെ ഭാഗത്തുനിന്നും ആവശ്യമാണ്? മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആവശ്യമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ രണ്ടെണ്ണം, യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും. ഒരു സമയം ഒരു സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരു സമയം ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറിൻ്റെ ഓർഡറുകൾ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലേ. വൺ ഹെഡ് വൺ പ്ലാൻ ആണ് എന്ത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ചെയ്ത് ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഏത്? സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതിനകത്ത് ഒരു ഓർഗനൈസേഷനിൽ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് വ്യക്തികളാണ്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പല എക്സ്പീരിയൻസിൽ നിന്നും വരുന്നവരായിരിക്കും. പക്ഷേ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ താല്പര്യങ്ങൾ മാറ്റിവെച്ച് അല്ലേ, വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്യേണ്ടത്. ഓർഗനൈസേഷൻ്റെ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. ആ പ്രിൻസിപ്പിളാണ് ഏത്? സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് ജനറൽ ഇൻട്രസ്റ്റ്. പിന്നീട് നമുക്ക് റെമ്യൂണറേഷൻ പറയാം അല്ലേ. എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എങ്ങനെ ആയിരിക്കണം? ഫെയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം അല്ലേ. അതിനുശേഷം നമുക്ക് സ്കേലാർ ചെയിൻ പറയാം. സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചെയിൻ ഓഫ് കമാൻഡ്. ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് ഏതാണ്? സ്കേലാർ ചെയിൻ ഫ്രം സ്റ്റാർട്ടിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഓർഗനൈസേഷനിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് ആണ് എന്ത്? സ്കേലാർ ചെയിൻ. ആ സിറ്റുവേഷൻ വയലേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഗാങ് പ്ലാങ്ക്. ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. അതിനുശേഷം സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ നമുക്ക് പറയാം അല്ലേ. അതോറിറ്റി, അധികാരം ടോപ്പ് ലെവലിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അത് സെൻട്രലൈസേഷനും താഴേക്കിടയിലേക്കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഡീസെൻട്രലൈസേഷനും ആണ്. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. പിന്നെ നമുക്ക് ഇക്വിറ്റി പറയാം. ഇക്വിറ്റി എന്താണ്? ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ എല്ലാം ഒരുപോലെ ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. രാജ്യത്തിൻ്റെയോ കളറിൻ്റെയോ സെക്സിൻ്റെയോ ഒന്നും ബേസിൽ എന്ത് പാടില്ല? ഇനിക്വാളിറ്റി പാടില്ല അല്ലേ. ഇംപാർഷ്യാലിറ്റി പാടില്ല, പാർഷ്യാലിറ്റി പാടില്ല. ഓക്കെ, ഇക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം. പിന്നെ ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ അറേഞ്ച്മെൻറ്റ്. ഓരോ വസ്തുക്കളും ഓരോ വ്യക്തികൾക്കും എന്തുണ്ടായിരിക്കണം? പ്രോപ്പർ ഓർഡർ ഉണ്ടായിരിക്കണം അല്ലേ. ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നതിനെ സോഷ്യൽ ഓർഡർ എന്നും അവിടെയുള്ള വസ്തുക്കൾ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുന്നതിനെ നമുക്ക് മെറ്റീരിയൽ ഓർഡർ എന്നും പറയാം. അതിനുശേഷം നമുക്ക് എക്സ്പിരിറ്റ് ഡീകോപ്സ് പഠിച്ചു നമ്മൾ അല്ലേ. എക്സ്പിരിറ്റ് ഡീകോപ്സിൽ എന്താണ്? ഓർഗനൈസേഷൻ്റെ ടീം സ്പിരിറ്റ്, യൂണിറ്റി, സ്ട്രെങ്ത് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇത് എക്സ്പിരിറ്റ് ഡീകോപ്സ്. പിന്നെ ഇനിഷ്യേറ്റീവ് ഉണ്ട്. ഒരു ഓർഗനൈസേഷനിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാൻ വർക്കേഴ്സിനും അവർക്ക് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടി എന്ത് കൊടുക്കുക? ഒരു അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. അതായത് ഒരു എംപ്ലോയിയെ ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യരുത്? ചേഞ്ച് ചെയ്യരുത്. അവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് പ്ലേസ് എന്ത് ചെയ്യരുത്? ചേഞ്ച് ചെയ്യരുത്. അവർക്കൊരു സ്ഥാപനത്തിൽ നിന്ന് ഒരു പൊസിഷനിൽ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫയോൾ കൊണ്ടുവന്ന പ്രിൻസിപ്പിൾസ് എത്രയാണ്? 14 എണ്ണം. ഏതൊക്കെയാ? ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ discipline, unity of command, unity of direction, subordination of individual interest and general interest, അതിനുശേഷം remuneration, centralization and decentralization, scalar chain, order, equity, initiative, stability of tenure of personnel and spirit decops. Clear? Okay, നമുക്ക് fourth questionലേക്ക് പോവാം. Which management function involve setting goals and deciding how to achieve them?
അപ്പം മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇതിൽ ഏത് ഫംഗ്ഷനകത്താണ്? നമ്മുടെ ഓപ്ഷനിൽ എത്ര ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്? 4 ഓർഗനൈസിങ്, പ്ലാനിങ്, കൺട്രോളിംഗ്, സ്റ്റാഫിംഗ്. ഇതിൽ ഏത് ഫംഗ്ഷനിലാണ് ഗോൾ സെറ്റിംഗ്? നമുക്കറിയാം ഏതാണ്? പ്ലാനിങ് ആണ് അല്ലേ? വിച്ച് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ ഏതാണ്? പ്ലാനിങ് ആണ്. മറ്റെല്ലാ ഫംഗ്ഷനിന്റെയും ബേസ് ആണ് ഏത്? പ്ലാനിങ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലേ, എന്തെങ്കിലും നമ്മൾ ഗോൾ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഗോൾ സെറ്റിങ്ങും അതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്ന് പറയുന്ന മാനേജ്മെന്റിന്റെ പ്രോസസ് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു എന്ത് ചെയ്യണം, വാട്ട് ഈസ് ടു ബി ഡൺ, എപ്പോൾ ചെയ്യണം, when it is to be done and by whom it is to be done. ഇല്ലേ, ആരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കണം എന്ന് നമ്മൾ മുൻകൂട്ടി കാണുന്ന ഫംഗ്ഷൻ ആണ് ഇത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ഒന്ന് ഓർത്ത് വെച്ചോണം അല്ലേ? സ്റ്റെപ്സ്: സെറ്റിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സെറ്റിംഗ് ഒബ്ജക്റ്റീവ് അല്ലേ, ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമിസസ്, ഓൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യുക, ഓരോ ഓൾട്ടർനേറ്റീവും വിലയിരുത്തി ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നു, അതിൽ നിന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ലാസ്റ്റ് ഫോളോ അപ്പ്. ഒരു 7 സ്റ്റെപ്പ് ഉണ്ട്. പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കുക. യൂണിറ്റ് ഓഫ് കമാൻഡ് മീൻസ് അല്ലേ? ഓപ്ഷൻ എന്തൊക്കെയാണ്? 1 person 1 boss, മൾട്ടിപ്പിൾ ചെയിൻ ഓഫ് കമാൻഡ്, 1 employee should receive order from 1 superior only, all employees share command equally. എന്താണ് യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ? ഇത്രേ ഉള്ളൂ. മലയാളത്തിൽ അങ്ങ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എന്താണ്? ഒരു സമയം ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ഓർഡറുകൾ ഒരേ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായി പോകും അല്ലേ? അപ്പം 1 employee should receive order from 1 superior only. അതാണ് എന്ത്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഫയോള് കൊണ്ടുവന്ന പ്രിൻസിപ്പിൾ ആണ് ഇത്? യൂണിറ്റി ഓഫ് കമാൻഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് പ്ലാനിങ്, ഓർഗനൈസിങ്, മാർക്കറ്റിംഗ്, കൺട്രോളിംഗ്. നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഫംഗ്ഷൻ ഏതാണ്? മാർക്കറ്റിംഗ് ആണ് അല്ലേ? മാർക്കറ്റിംഗ്. അപ്പം വിച്ച് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്? മാർക്കറ്റിംഗ് ആണ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് സയന്റിഫിക് മാനേജ്മെന്റ്? സയന്റിഫിക് മാനേജ്മെന്റ് കൊണ്ടുവന്നത് ആരാണ്? FW ടൈലർ ആണ്. ബ്യൂറോക്രസി തിയറി ആയിട്ട് ബന്ധപ്പെട്ടാണ് ആര്? മാക്സ് വെബർ. ബ്യൂറോക്രസി തിയറി ആയിട്ട് ബന്ധപ്പെട്ടാണ് മാക്സ് വെബർ. ഹ്യൂമൻ റിലേഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് എൽട്ടൺ മായോ. ഫേമസ് മാനേജ്മെന്റ് തിങ്കർ ആണ് ഹെൻറി മിൻസ്ബർഗ്. പിന്നെ FW ടൈലർ ആരാണ്? സയന്റിഫിക് മാനേജ്മെന്റ്. എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ്? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിലേക്ക് സയൻസിന്റെ ആപ്ലിക്കേഷനെയാണ് എന്തെന്ന് പറയുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ്. ഒരു 4 പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ? അതായത് ട്രഡീഷണൽ മെത്തേഡുകളൊക്കെ മാറ്റി സയൻസ് അപ്ലൈ ചെയ്യുക. ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വലിസത്തിനല്ല പ്രാധാന്യം അല്ലേ? ഇൻഡിവിജ്വലിസത്തിനല്ല പ്രാധാന്യം, കോപ്പറേഷൻ ആണ് കൊണ്ടുവരേണ്ടത് അല്ലേ? ഹാർമണിയാണ് വേണ്ടത്. മെന്റൽ റെവല്യൂഷൻ എന്നുള്ള ടേം കൊണ്ടുവന്നു. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ള ടേം കൊണ്ടുവന്നതെല്ലാം ആരാണ്? FW ടൈലർ ആണ്. നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു വിച്ച് ഫങ്ഷൻ? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അല്ലേ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഏത് ഫങ്ഷനായിട്ട് ബന്ധപ്പെട്ടാണ്? പ്ലാനിങ്ങിൽ നമ്മൾ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ മുൻകൂട്ടി, അത് നടപ്പിലാക്കുന്നില്ല അല്ലേ? അച്ചീവ് ചെയ്യണം, എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചു വെക്കുന്നു. വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നതും ഗ്രൂപ്പ് ചെയ്യുന്നതൊക്കെ എവിടെയാണ്? ഓർഗനൈസിങ്ങിലാണ്. പിന്നെ എംപ്ലോയീസിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും ലീഡർഷിപ്പും ഒക്കെ കൊടുക്കുന്ന ഫംഗ്ഷനാണ് ഏത്? ഡയറക്റ്റിംഗ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലാണോ ആക്ടിവിറ്റീസ് എന്ന് നോക്കുന്ന ഫംഗ്ഷനാണ് ഏത്? കൺട്രോളിങ്. അപ്പോൾ ഡെലിഗേഷൻ ഏതായിട്ട് ബന്ധപ്പെട്ടാണ്? ഓർഗനൈസിങ് ആണ്. ഓക്കെ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി.
അതോറിറ്റി താഴേക്കിടയിലേക്കൂടെ ഡിസ്പോസ് ചെയ്ത് കൊടുക്കുന്നത് ഏത് പ്രോസസ്സാണ്, അല്ലെ ഏത് മാനേജ്മെന്റിന്റെ ഫംഗ്ഷനായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഓർഗനൈസിങ് ഫംഗ്ഷനായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. സ്പാൻ ഓഫ് കൺട്രോൾ ആൻസർ ഏതാണ് കൊടുത്തേക്കുന്നത്? നമ്പർ ഓഫ് എംപ്ലോയീസ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു വൺ മാനേജർ. അല്ലേ, ഒരു മാനേജറിന്റെ അണ്ടറിലുള്ള എംപ്ലോയീസിന്റെ എണ്ണത്തിനെയാണ് എന്താന്ന് പറയുന്നത്? സ്പാൻ ഓഫ് കൺട്രോൾ. റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സൂപ്പർവൈസർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ചുമ്മാതല്ല, എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും ഒരു സൂപ്പർവൈസർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിന്റെ എണ്ണത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പാൻ ഓഫ് കൺട്രോൾ. ക്ലിയർ ആണ്? നമ്പർ ഓഫ് എംപ്ലോയീസ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു വൺ മാനേജർ, അതും നമുക്ക് പറയാൻ. അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി മാനേജ്ഡ് ബൈ വൺ മാനേജർ. ഓക്കെ, അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ. അടുത്താണ് വാട്ട് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ഹ്യൂമൻ റിലേഷൻ തിയറി? ഹ്യൂമൻ റിലേഷൻ തിയറിയുടെ മെയിൻ ഫോക്കസ്. ഹ്യൂമൻ റിലേഷൻ തിയറി ആരാണ് കൊണ്ടുവന്നത്? എൽട്ടൺ മായോ ആണ് കൊണ്ടുവന്നത്. ഹോത്തോൺ എക്സ്പെരിമെന്റ് ചിക്കാഗോയിലെ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിൽ കണ്ടക്ട് ചെയ്ത വഴിയാണ് അദ്ദേഹം ഹ്യൂമൻ റിലേഷൻ സ്കൂൾ ഡെവലപ്പ് ചെയ്തത്. എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണോ? മെഷീൻസ് ആൻഡ് ടൂൾസ് ആണോ? മോട്ടിവേഷൻ ആൻഡ് എംപ്ലോയി വെൽഫെയർ ആണോ? സ്ട്രിക്റ്റ് റൂൾസ് ആണോ? അല്ല, എംപ്ലോയീസിനാണ് പ്രാധാന്യം, അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി അല്ലേ, മോട്ടിവേഷൻ ആൻഡ് എംപ്ലോയി വെൽഫെയർ ആണ് ഹ്യൂമൻ റിലേഷൻ തിയറിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ആക്ച്വൽ ആക്ടിവിറ്റീസ് കൺഫോം ടു പ്ലാൻഡ് ആക്ടിവിറ്റീസ്. അല്ലേ, മാനേജ്മെന്റിന്റെ ഏത് ഫംഗ്ഷനാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലാണ് കാര്യങ്ങൾ നടക്കുന്നത്? ആക്ച്വൽ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്ത പോലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുന്നത് മാനേജ്മെന്റിന്റെ ഏത് ഫംഗ്ഷനാണ്? നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, കൺട്രോളിങ്. അല്ലേ, കൺട്രോളിങ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ആക്ച്വൽ ആക്ടിവിറ്റീസ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്ലാൻഡ് ആക്ടിവിറ്റീസ്. നമ്മുടെ പ്ലാൻ അനുസരിച്ചാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന മാനേജ്മെന്റിന്റെ ഫംഗ്ഷനാണ് കൺട്രോളിങ്. കൺട്രോളിങ് ഈസ് പെർവസീവ്. എല്ലാ ലെവൽസിലും, എല്ലാ മാനേജർ ലെവൽസിലും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വേണ്ടുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്? കൺട്രോളിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഫംഗ്ഷനാണ് ഏത്? പ്ലാനിങ്. കാര്യങ്ങൾ ചെയ്യാൻ എംപ്ലോയീസിനെ നിയമിക്കുന്ന, എംപ്ലോയിങ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്, അതാണ് എന്ത്? സ്റ്റാഫിങ്. എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുന്നതും ഇൻസ്ട്രക്ട് ചെയ്യുന്നതും ഇൻസ്പയർ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഏത്? ഡയറക്റ്റിംഗ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലാണ് ആക്ടിവിറ്റീസ് നടക്കുന്നതെന്ന് എൻഷുർ ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? കൺട്രോളിങ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? കൺട്രോളിങ് ആണ്. ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ. അപ്പം നമുക്ക് എത്ര ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്? 3 levels of management. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഗോൾസും പോളിസീസും ഒക്കെ സെറ്റ് ചെയ്യുന്നതും ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ടോപ്പ് ലെവലാണ്. ടോപ്പ് ലെവലിൽ വരുന്നവരാണ് ചെയർമാൻ, ബോർഡ് ഓഫ് ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ, പ്രസിഡന്റ്, ഇങ്ങനെയുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഒക്കെ എവിടെയാണ് വരുന്നത്? ടോപ്പ് ലെവലിലാണ്. ടോപ്പ് ലെവൽ ഫോർമുലേറ്റ് ചെയ്യുന്ന പ്ലാൻസും പോളിസീസും നടപ്പിലാക്കുന്നതാണ് മിഡിൽ ലെവൽ. മാനേജേഴ്സ് ആണ്, ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് ആണ് ഇവർ വരുന്നത് മിഡിൽ ലെവലിൽ വരുന്നത്. പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, അക്കൗണ്ട്സ് മാനേജർ, ഇങ്ങനെയുള്ള മാനേജേഴ്സ് ആണ് ഇവിടെ വരുന്നത് മിഡിൽ ലെവലിൽ വരുന്നത്. ഡേ ടു ഡേ വർക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ടവരാണ് ഏത്? ലോവർ ലെവൽ. ലോവർ ലെവലിന്റെ മറ്റു 2 പേരുകളുണ്ട്, സൂപ്പർവൈസറി ലെവൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ ഓഫ് മാനേജേഴ്സ്. ഓക്കെ, ലോവർ ലെവൽ മാനേജേഴ്സിന് മറ്റു 2 പേരുകളാണ് ഓപ്പറേറ്ററി ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ എന്താണ്? ലോവർ ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവൽ മാനേജേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഡേ ടു ഡേ ഓപ്പറേഷൻ ആണോ? അല്ല. ടാക്ടിക്കൽ ഡിസിഷൻസ്, സ്ട്രാറ്റജിക് ഡിസിഷൻസ്,
സൂപ്പർവൈസിങ് വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നതാണോ? അല്ല. ടാക്ടിക്കൽ ഡിസിഷൻസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? മിഡിൽ ലെവലായിരിക്കും അല്ലേ? അപ്പം സ്ട്രാറ്റജിക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നവരാണ് ഏത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇത് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. Which of the following is a part of Fayol's 14 principles of management? Scientific management, motion study, Esprit de Corps, theory X and Y. ഇതില് ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾ ഉള്ളത് ഏതാണ്? എസ്പിരിറ്റ് ഡി കോപ്സ് ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് എസ്പിരിറ്റ് ഡി കോപ്സ്. ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ യൂണിയൻ ഈസ് സ്ട്രെങ്ത്, യൂണിയൻ ഓഫ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് പറയുന്ന ഫയോളിന്റെ പ്രിൻസിപ്പിൾ ഏതാണ്? എസ്പിരിറ്റ് ഡി കോപ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടിവേഷൻ ഈസ് എ പാർട്ട് ഓഫ് വിച്ച് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റിന്റെ ഏത് ഫംഗ്ഷനിലാണ് മോട്ടിവേഷൻ? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. 4 ഓപ്ഷനാണ്. പ്ലാനിങ്ങിൽ നമ്മൾ പഠിച്ചില്ല, ഓർഗനൈസിങ്ങിന് പഠിച്ചില്ല, നമ്മൾ പഠിച്ചു. ഡയറക്റ്റിങ്ങിന് 4 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഡയറക്റ്റിങ്ങിന് 4 എലമെന്റ്സ് ഉണ്ട്. സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ ഗോളിലേക്ക് എത്താൻ വേണ്ടി, ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നേയും ലീഡ് ചെയ്യുന്നേയും മോട്ടിവേറ്റ് ചെയ്യുന്നേയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേയും ഒക്കെ പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡയറക്റ്റിംഗ് എന്ന് പറയാം. അപ്പം മോട്ടിവേഷൻ ഏത് മാനേജ്മെന്റിന്റെ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടാണ്? മോട്ടിവേഷൻ ഡയറക്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഡയറക്റ്റിങ്ങിന് 4 എലമെന്റ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് എലമെന്റ് ആണ് ഇത് മോട്ടിവേഷൻ. Which managerial skill is most essential at the top level of management? ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെന്റിൽ വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് സ്കിൽ ഏതാണ്? ടെക്നിക്കൽ സ്കില്ലാണോ, ഹ്യൂമൻ സ്കില്ലാണോ, കൺസെപ്ഷ്യൽ സ്കില്ലാണോ, ഓപ്പറേഷണൽ സ്കില്ലാണോ? കാര്യങ്ങൾ മനസ്സിലാക്കി ഓർഗനൈസേഷൻ്റെ പ്ലാൻസും പോളിസീസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ അവർക്ക് എന്തുണ്ടാവണം? കൺസെപ്ഷ്യൽ സ്കിൽ ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? ഏത് മാനേജ്മെന്റ് സ്കില്ലാണ് ടോപ്പ് ലെവലിന് ആവശ്യം? കൺസെപ്ഷ്യൽ സ്കില്ലാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഓർഗനൈസേഷൻ്റെ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള കൺസെപ്ഷ്യൽ സ്കില്ലാണ് ആർക്ക് ആവശ്യം? ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ആവശ്യം. അതോറിറ്റി ഓൾവേസ് കംസ് വിത്ത് അല്ലേ? അതോറിറ്റി എന്ന് പറഞ്ഞാൽ പവർ, റെസ്പോൺസിബിലിറ്റി, കൺട്രോൾ, സൂപ്പർവിഷൻ. അതോറിറ്റിയും എന്തും തമ്മിലാണ് പ്രോപ്പർ ബാലൻസ് വേണ്ടത്? അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ടു മേക്ക് ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ ഓർഡറുകൾ കൊടുക്കാനുള്ള അധികാരമാണ് അതോറിറ്റി. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതോറിറ്റി എന്തിനോടൊപ്പമാണ് എപ്പോഴും വരുന്നത്? റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ? അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റൈറ്റ് ടു ഗീവ് ഓർഡർ. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതനുസരിക്കാനുള്ള കടമയാണ്. ഒരു ഓർഗനൈസേഷനിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ എന്തുണ്ടായിരിക്കണം? പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? അടുത്ത ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ സോഷ്യൽ സ്കൂൾ അല്ലേ? സോഷ്യൽ സിസ്റ്റം സ്കൂളിൻ്റെ ഫാദർ ആയിട്ടുള്ള ചെസ്റ്റർ ബെർണാഡ് ആണ്. ഓക്കെ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ചെസ്റ്റർ ബെർണാഡ് ആണ്. ഓർത്തിരുന്നോണം. പീറ്റർ ട്രക്കർ അറിയാം, ഒരു മോഡേൺ മാനേജ്മെന്റ് തിങ്കർ ആണ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ആരാണ്? പീറ്റർ എഫ് ട്രക്കർ ആണ്. സോഷ്യൽ സിസ്റ്റം സ്കൂളിന്റെ ഫാദർ ആയിട്ടുള്ള ചെസ്റ്റർ ബെർണാഡ് ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഫാദർ ഓഫ് മാനേജ്മെന്റ്, ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ആദ്യമായിട്ട് ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്ത വ്യക്തി ഇതൊക്കെ ആരാണ്? ഹെൻറി ഫയോൾ ആണ്. അതുപോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ള ടേം കോയിൻ ചെയ്ത വ്യക്തിയാണ് ആര്? ഫെഡറിക് ടൈലർ അല്ലെങ്കിൽ FW ടൈലർ. നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഈ തന്നേക്കുന്നതിൽ 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ക്ലാസിഫൈ ചെയ്ത വ്യക്തി ആരാണ്? ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിന്റെ ക്ലാസിഫിക്കേഷൻ
പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് കേട്ടോ. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അതാണ് ഹെൻറി ഫയോളിൻ്റെ 5 ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ക്ലാസിഫിക്കേഷൻ. അത് നമ്മളൊരു സെപ്പറേറ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അടുത്ത് നോക്കിയേ, വിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ അലൗസ് എംപ്ലോയീസ് ടു ടേക്ക് പാർട്ട് ഇൻ ഡിസിഷൻ മേക്കിംഗ്. എംപ്ലോയീസിനും കൂടെ ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കാളിത്തം കൊടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാണ്? നമ്മൾ കുറച്ചധികം ലീഡർഷിപ്പ് സ്റ്റൈൽ ഡിസ്കസ് ചെയ്തു. ഒന്ന് ഏതായിരുന്നു? ഓട്ടോക്രാറ്റിക്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് അല്ലേ? ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് യാതൊരുവിധ റോളുമില്ല അല്ലേ? എംപ്ലോയീസിന് യാതൊരുവിധ റോളുമില്ല. ലീഡർ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എംപ്ലോയീസ് അത് അനുസരിക്കുക. അതാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ്. ബ്യൂറോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് കാണും? കുറേ പറഞ്ഞേക്കുന്ന സ്ട്രിക്റ്റ് റൂൾസും കാര്യങ്ങളും കാണും. അതും എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അതാണ് ബ്യൂറോക്രാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെമോക്രാറ്റിക് എന്താണ്? അല്ലെ പാർട്ടിസിപ്പേറ്റീവ്. ഡെമോക്രാറ്റിക്കിൻ്റെ വേറൊരു പേരാണ് പാർട്ടിസിപ്പേറ്റീവ് ഇല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ആരെയും കൂടി പങ്കെടുപ്പിക്കുന്നു? എംപ്ലോയീസിനെയും കൂടി പങ്കെടുപ്പിക്കുന്നു. ഏത് പ്രോസസ്സിൽ? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എംപ്ലോയീസിനെയും കൂടി പങ്കെടുപ്പിക്കുന്നതാണ് ഇത് ഡെമോക്രാറ്റിക്. ലേസേ ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേസേ ഫെയർ ഫുൾ ഫ്രീഡം ആർക്ക് കൊടുക്കുവാണ്? എംപ്ലോയീസിന് കൊടുക്കുകയാണ്. ലേസേ ഫെയറിൻ്റെ വേറൊരു പേരാണ് ഫ്രീ റെയിൻ. ഓക്കെ, ഫ്രീ റെയിൻ. ഫുൾ ഫ്രീഡം ആർക്ക് കൊടുക്കുകയാണ്? എംപ്ലോയീസിന് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കിയേ, ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജർക്കായിരിക്കും ഫുൾ റോൾ. മാനേജർ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? സബോർഡിനേറ്റ് അനുസരിക്കണം. അതാണ് ഓട്ടോക്രാറ്റിക്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ അവർക്കും കൂടി ഒരു എംപ്ലോയീസിനും കൂടി ഒരു എന്ത് കൊടുക്കുന്നു? ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നു. അവർക്കും കൂടി തീരുമാനങ്ങൾ എടുക്കുക. അവരുടെയും കൂടെ ഡിസിഷനൊക്കെ കൺസിഡർ ചെയ്യുന്നു. അവരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഡെമോക്രാറ്റിക്. ബ്യൂറോക്രാറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്താൽ മതി, സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും അവിടെ ഫോളോ ചെയ്യേണ്ടത്. ലേസേ ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേസേ ഫെയർ ഫുൾ ഫ്രീഡം ആർക്ക് കൊടുക്കുകയാണ്? എംപ്ലോയീസിന് കൊടുക്കുകയാണ്. ഫ്രീ റെയിൻ അവർക്ക് ടോട്ടലി എന്തെടുക്കാം? ഡിസിഷൻസും കാര്യങ്ങളും എല്ലാം ആർക്ക് എടുക്കാം? എംപ്ലോയീസിന് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്കെലാർ ചെയിൻ റെഫേഴ്സ് ടു. നമ്മുടെ ഫയോളിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് സ്കെലാർ ചെയിൻ. സ്കെലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക്, ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം, ചെയിൻ ഓഫ് സപ്ലയർ, ഓർഡർ ഓഫ് എക്യുപ്മെന്റ്. ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അതാണ് എന്ത്? സ്കെലാർ ചെയിൻ ഇല്ലേ? ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് എന്ത്? സ്കെലാർ ചെയിൻ. ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി, അതായത് സ്കെലാർ ചെയിൻ ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക് വരുന്ന ഒരു ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് ആണ്. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഈ ഒരു ലൈൻ ഓഫ് കമാൻഡ് വഴി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ABCD. ഇപ്പം C എന്നുള്ള വ്യക്തിക്ക് Fനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറ്റൂ? C Bയോട് പറയണം, B Aയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, A Eയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ വഴി എവിടെ വരുന്നു? Fൽ വരുന്നു. പക്ഷേ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ സിക്ക് എഫിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു സിറ്റുവേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ഈ ഒഫീഷ്യൽ ലൈൻ ഓഫ് അതോറിറ്റി വയലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഇത്. വയലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനെ പറയുന്ന പേരാണ് ഇത് ഗാങ് പ്ലാങ്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്കെലാർ ചെയിൻ റെഫേഴ്സ് ടു ദ ഒഫീഷ്യൽ ചെയിൻ ഓഫ് കമാൻഡ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ലൈൻ ഓഫ് അതോറിറ്റി സ്റ്റാർട്ടിംഗ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഓക്കെ, ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്?
അല്ലേ? അപ്പോൾ ഈ ഡയറക്റ്റിംഗിലെ എലമെന്റ്സ് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളും പഠിച്ചു വെച്ചേക്കുക. ഡയറക്റ്റിംഗിന് 4 എലമെന്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ. സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ. ഇത് 4 എണ്ണമാണ് ഡയറക്റ്റിംഗിൻ്റെ എലമെന്റ്സ്. ഗോൾ സെറ്റിംഗ്, പെർഫോമൻസ് അപ്രൈസൽ, ബഡ്ജറ്റിംഗ് ഒക്കെ ഇവിടെ വരുന്നതാണോ? അല്ല. അപ്പോൾ ഇവിടെ ഏതാണ് ഡയറക്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടത്? മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സ്ട്രക്ചറിൽ വരുന്നതാണോ? സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷനിൽ വരുന്നതാണോ? ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷണൽ ഓർഗനൈസേഷനകത്ത് വരുന്നതാണ് ഇത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഒന്ന് നോക്കി വെച്ചോണേ. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആൻഡ് ലൈൻ ഓർഗനൈസേഷൻ അകത്ത് വരുന്നതാണ് ഇത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, the process of attracting, selecting and appointing suitable candidate. suitable ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് ഏതാണ്? പ്ലാനിങ് ആണോ? ഓർഗനൈസിങ് ആണോ? എംപ്ലോയിങ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്. ഏതാണ്? സ്റ്റാഫിംഗ് ആണ് അല്ലേ? അപ്പം സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ജോലി ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ എലമെന്റ് വേണം, ഹ്യൂമൻ റിസോഴ്സ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇത് സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിന് എന്ന് പറഞ്ഞാൽ എംപ്ലോയിങ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്. അപ്പം ആദ്യം അതിന് എത്രത്തോളം വേക്കൻസി നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം അല്ലേ? എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്. അതിനുശേഷം റിക്രൂട്ട്മെന്റ് നടത്തണം. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ആൻഡ് അപ്ലൈയിങ് ഫോർ ദ ജോബ്. അവരെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് എന്ത്? റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. അവിടെ ആരെയും ഒഴിവാക്കുന്നില്ല. പക്ഷെ സെലക്ഷനിലേക്ക് വരുമ്പം അവിടെ ഓരോരുത്തരെയും നോക്കി ഇന്റർവ്യൂ നടത്തി ഓരോ സ്റ്റേജിലും ഓരോരുത്തരെയും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. അപ്പം റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ്സും സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സുമാണ്. അതിനുശേഷം സെലക്ട് ചെയ്യുന്നു, അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്നു, പ്രൊമോഷൻ കൊടുക്കുന്നു, അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു അല്ലേ? ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്, ഓൺ ദ ജോബും ഓഫ് ദ ജോബും ഉണ്ട്. അതൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു എംപ്ലോയിയെ അല്ലെ ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്ന അപ്പോയിന്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? സ്റ്റാഫിംഗ്. എംപ്ലോയിങ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്. ഈ ഒരു പ്രോസസ്സാണ് എന്ത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന് ടൈപ്സ് അല്ലാത്തത്. നമ്മൾ സിംഗിൾ യൂസ് പ്ലാൻ, സ്റ്റാൻഡിങ് പ്ലാൻ ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ട്. അതാരായിരിക്കും? ടോപ്പ് ലെവലായിരിക്കും നടത്തുന്നത്. ടാക്ടിക്കൽ പ്ലാനിങ് നടത്തുന്നത് ആരായിരിക്കും? മിഡിൽ ലെവലായിരിക്കും. ഓപ്പറേഷണൽ പ്ലാനിങ് ആരായിരിക്കും? ലോവർ ലെവലായിരിക്കും. അപ്പം ടൈപ്പ് ഓഫ് പ്ലാനിൽ വരാത്തയാണ് ഇത് ഡയറക്റ്റിംഗ് പ്ലാനിങ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഏതാ? ഡയറക്റ്റിംഗ് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? ഡയറക്റ്റിംഗ് പ്ലാനിങ് എന്തിനകത്ത് വരുന്ന? എല്ലാ ടൈപ്പ് ഓഫ് പ്ലാനിങ് അല്ല. SWOT അനാലിസിസ്. SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ് അല്ലേ? ഒരു എന്തിൻ്റെ ആയിക്കോട്ടെ, ഒരു ഒബ്ജക്റ്റീവിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റി ത്രെഡ്സും ഒക്കെ മനസ്സിലാക്കി അനലൈസ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് SWOT അനാലിസിസ്. അപ്പോൾ SWOT അനാലിസിസിൽ വരാത്തത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഏതൊക്കെയാണ്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഒബ്ജക്റ്റീവ്സ്, ത്രെഡ്സ്. അപ്പോൾ നമുക്ക് വരാത്ത ഏതാണ്? ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് SWOT അനാലിസിസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. SWOT എന്ന് പറഞ്ഞാൽ അത് ഓരോന്നും എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോണേ. SWOT സ്ട്രെങ്ത്, W വീക്ക്നെസ്, O ഓപ്പർച്യൂണിറ്റീസ്, T ത്രെഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത, ഹു പ്രൊപ്പോസ്ഡ്
ഹൈറാർക്കി ഓഫ് നീഡ് തിയറി. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ബിഹേവിയറൽ സ്കൂളിൻ്റെ ഫാദർ അല്ലെ, ബിഹേവിയറൽ സ്കൂൾ പ്രധാനമായിട്ടും പ്രൊപ്പോണ്ട് ചെയ്ത വ്യക്തിയാണ് ആര്? എബ്രഹാം മാസ്ലോ. എബ്രഹാം മാസ്ലോയുടെ ഒരു നീഡ് ഹൈറാർക്കി തിയറി നമ്മൾ മോട്ടിവേഷൻ തിയറി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എബ്രഹാം മാസ്ലോ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, നീഡ് ഹൈറാർക്കി ആരാണ് കൊണ്ടുവന്നത്? എബ്രഹാം മാസ്ലോ ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം പറയുന്നത് ഒരു എംപ്ലോയിയെ മോട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ 5 നീഡ്സ് എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ആ നീഡ് ഒരു ഹൈറാർക്കി ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. താഴെ നിന്നാണ് ഈ നീഡ് തുടങ്ങുന്നത്. ലോവർ ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താണ് ഏറ്റവും ഹയർ ലെവൽ നീഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ 5 നീഡ് ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്. ബേസിക് ഫിസിയോളജിക്കൽ നീഡ് അതായത് ഒരു ഹ്യൂമന് അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ഈ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലാണ് ഇത് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്. അതിനുശേഷമാണ് സോഷ്യൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്. ഓക്കെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്. അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തു, വീട് വെച്ചു. പിന്നെ നമ്മുടെ ലക്ഷ്യം സുരക്ഷിതത്വമാണ്. പെൻഷൻ സ്കീമിലൊക്കെ ചേരുക. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡാണ് ഇത് രണ്ടാമത്തെ നീഡ്. അതിനുശേഷം സോഷ്യൽ നീഡാണ്, അല്ലെങ്കിൽ ലവ് ആൻഡ് അഫെക്ഷൻ. നമുക്ക് ഫ്രണ്ട്ഷിപ്പ്, റിലേറ്റീവ്സ്, ഒരു എന്താണ് സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് നീഡ്, ഫാമിലി, ഗുഡ് റിലേഷൻഷിപ്പ്, സോഷ്യൽ നീഡാണ്. അതിനുശേഷം എസ്റ്റീം നീഡാണ്. നമുക്ക് സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവേണ്ട ഒരു നീഡാണ് ഇത് എസ്റ്റീം നീഡ്. അടുത്തയാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ നീഡാണ് ഇത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഹയസ്റ്റ് നീഡ് ഹൈറാർക്കിയിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ നീഡ് ഏതാണെന്ന് ചോദിച്ചാൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഓക്കെ, നീഡ് ഹൈറാർക്കിയിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ നീഡ് ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തായി മാറാൻ പറ്റുമോ അതായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അപ്പം നീഡ് ഹൈറാർക്കി ആരാണ് കൊണ്ടുവന്നത്? എബ്രഹാം മാസ്ലോ ആണ് നീഡ് ഹൈറാർക്കി കൊണ്ടുവന്നത്. നീഡ് ഹൈറാർക്കിയിൽ എബ്രഹാം മാസ്ലോ 5 നീഡിനെ പറ്റിയാണ് പറയുന്നത്. 5 നീഡ് ഏതൊക്കെയാണ്? ബേസിക് ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ നീഡ് ഹൈറാർക്കി തിയറി ആരാണ് കൊണ്ടുവന്നത്? എബ്രഹാം മാസ്ലോ ആണ് കൊണ്ടുവന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ ആണ്, എങ്കിലും ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഞാൻ ആഡ് ചെയ്തതാണ്. നോക്കാം. മിൻസ്ബർഗ് ക്ലാസിഫൈഡ് മാനേജീരിയൽ റോൾസ് അല്ലേ? ഹെൻറി മിൻസ്ബർഗ് മാനേജീരിയൽ റോൾസിനെ എത്ര ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ ആൻഡ് ഡിസിഷണൽ. ഓക്കെ, ഇന്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ ആൻഡ് ഡിസിഷണൽ, ഇങ്ങനെ 3 ആയിട്ടാണ് എന്ത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ഹെൻറി മിൻസ്ബർഗ് എന്തിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? മാനേജീരിയൽ റോൾസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ഹെൻറി മിൻസ്ബർഗിൻ്റെ മാനേജീരിയൽ റോൾസിനെ 3 ഹെഡായിട്ടാണ് തിരിച്ചേക്കുന്നത്. 1 ഏതാണ്? ഇന്റർപേഴ്സണൽ, 2 ഇൻഫോർമേഷണൽ, 3 ഡിസിഷണൽ. ഈ 3ൻ്റെയും അണ്ടറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മൊത്തത്തിൽ എത്ര ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്? 10 റോൾസ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. 10 റോൾസ്. ഈ 10 റോൾസിനെ എത്ര ഹെഡിലാണ് കൊണ്ടുവന്നേക്കുന്നത്? 3 ഹെഡിലാണ്. ഈ ഇന്റർപേഴ്സണൽ റോളിനകത്ത് വരുന്നതാണ് ഏത്? ഫിഗർ ഹെഡ് റോള്. ഓക്കെ, ഇന്റർപേഴ്സണൽ റോളിനകത്ത് വരുന്നതാണ് ഫിഗർ ഹെഡ് റോള്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് റോള്, അതുപോലെ തന്നെ ലേസൺ റോള്. ലേസൺ റോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരായിട്ട് എന്ത് ചെയ്യുക? കോപ്പറേറ്റ് ചെയ്യുക. അപ്പം ഹെൻറി മിൻസ്ബർഗ് മാനേജീരിയൽ റോൾസിനെ 3 ഹെഡിലാണ് തിരിച്ചേക്കുന്നത്. ടോട്ടൽ എത്ര മാനേജീരിയൽ റോൾസ് പറഞ്ഞിട്ടുണ്ട്? 10 എണ്ണം. ഈ 3 ഹെഡ്സിനകത്ത് ഒന്നാമത്തെയാണ് ഇത് ഇന്റർപേഴ്സണൽ റോള്. ഈ ഇന്റർപേഴ്സണൽ റോളിനകത്ത് ഒന്നാമത്തെയാണ് ഇത് ഫിഗർ ഹെഡ് റോള്. എന്താണ്? ഫിഗർ ഹെഡ് റോള്. 2 ലീഡർഷിപ്പ് റോള്, 3 ലേസൺ റോള്. അതായത് ലേസൺ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ഓക്കെ, അതാണ് ലേസൺ റോള്. അപ്പോൾ ഇന്റർപേഴ്സണലിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഫിഗർ ഹെഡ്,
ലീഡർഷിപ്പ്, ഫിഗർ ഹെഡ്, ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ലെയ്സൺ. ഓക്കെ, അതാണ് ഏതിനകത്ത് വരുന്നത്? ഇന്റർപേഴ്സണലിനകത്ത് വരുന്നത്. ഇൻഫോർമേഷനിനകത്ത് വരുന്നതാണ് റോൾ ഓഫ് മോണിറ്റർ. എന്താണ് റോൾ ഓഫ് മോണിറ്റർ? അടുത്ത റോൾ ഓഫ് ഡിസെമിനേറ്റർ, അതായത് വിവരങ്ങളൊക്കെ വേണ്ടുന്ന വിവരങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഡിസെമിനേറ്റ് ചെയ്ത് കൊടുക്കുക. റോൾ ഓഫ് ഡിസെമിനേറ്റർ. ഓക്കെ, റോൾ ഓഫ് ഡിസെമിനേറ്റർ. അതുപോലെ തന്നെ റോൾ ഓഫ് സ്പോക്സ്മാൻ. എന്താണ് റോൾ ഓഫ് സ്പോക്സ്മാൻ? റോൾ ഓഫ് സ്പോക്സ്മാൻ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഹെൻറി മിൻസ്ബർഗിന്റെ ടോട്ടൽ എത്ര റോളാണുള്ളത്? 10 എണ്ണം. ഈ 10 എണ്ണത്തിനെ 3 ഹെഡായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്? ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒരു ലീഡറിന് വേണ്ടുന്ന അല്ലെങ്കിൽ ഒരു മാനേജർ എങ്ങനെ ആയിരിക്കണം, മാനേജർ റോൾ എന്തൊക്കെയായിരിക്കണം, എന്തൊക്കെ റോളായിരിക്കണം അദ്ദേഹം ലീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെയാണ് ഇന്റർപേഴ്സണൽ. അതിനകത്ത് വരുന്ന 3 എണ്ണമാണ് ഫിഗർ ഹെഡ് റോള്, ലീഡർഷിപ്പ്, ലെയ്സൺ. ഇൻഫർമേഷനകത്ത് വരുന്നത് മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്സ്മാൻ, റോൾ. ഓക്കെ ആണല്ലോ. അപ്പം മൊത്തം 6 എണ്ണമായി. ഇനി 4 റോളും കൂടെ ഉണ്ട്. അപ്പോൾ ആ 4 എണ്ണം ഏതിനകത്തായിരിക്കും വരുന്നത്? ഡിസിഷനലിനകത്തായിരിക്കും വരുന്നത്. ഡിസിഷൻ മേക്കിംഗ് റോൾ. അത് ഏതൊക്കെയായിരിക്കും? ഒരു എന്റർപ്രണർ അല്ലേ, ഒരു ഓൺട്രപ്രണർ, ഒരു സംരംഭകൻ, ഒരു ഓൺട്രപ്രണറിന്റെ റോള്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലർ, തർക്കങ്ങൾ വന്നാൽ പരിഹരിക്കണം ഇല്ലേ, കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലർ. എന്താണ് കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലർ? കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലർ. അതുപോലെ തന്നെ റിസോഴ്സ് അലോക്കേറ്റർ, അതുപോലെ തന്നെ നെഗോഷിയേറ്റർ. ഓക്കെ, ഇതിന്റെ നോട്ട്സ് നിങ്ങൾ ഗ്രൂപ്പിൽ എങ്ങനെയെങ്കിലും ഷെയർ ചെയ്തേക്കാം. ഇതിന്റെ ഒരു 10 റോൾസ് കേട്ടോ, ഏതൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ഹെൻറി മിൻസ്ബർഗ് ആണ് മാനേജറിയൽ റോൾസിനെ 3 ഹെഡിൽ തരംതിരിച്ചത്. 3 ഹെഡ് ഏതൊക്കെയാണ്? ഇന്റർപേഴ്സണൽ, ഇൻഫർമേഷണൽ, ഡിസിഷണൽ. അതിനകത്ത് ഇന്റർപേഴ്സണലിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? ഫിഗർ ഹെഡ്, ലീഡർഷിപ്പ്, ലെയ്സൺ അല്ലേ. അതുപോലെ തന്നെ ഇൻഫർമേഷനിനകത്ത് വരുന്ന ഏതാണ്? ഇൻഫർമേഷനലിനകത്ത് വരുന്നത് മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്സ്മാൻ. ഡിസിഷനലിനകത്ത് വരുന്നതാണ് ഓൺട്രപ്രണർ, കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ടോട്ടൽ 10 മാനേജറൽ റോൾസ് ആണ് ആര് കൊണ്ടുവന്നത്? ഹെൻറി മിൻസ്ബർഗ് കൊണ്ടുവന്നത്. ക്ലിയർ ആണേ? ഓക്കെ. അടുത്ത സെൻട്രലൈസേഷൻ റിഫേഴ്സ് ടു. എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണോ? അധികാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണോ? അല്ല. റീറ്റെയിനിങ് ഡിസിഷൻ മേക്കിംഗ് അറ്റ് ടോപ്പ് ലെവൽ ഇല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അറ്റ് ടോപ്പ് ലെവൽ. അധികാരം, ഡിസിഷൻ എടുക്കാനുള്ള അധികാരം എവിടെ തന്നെ നിലനിർത്തുന്നു? ടോപ്പ് ലെവലിൽ തന്നെ നിലനിർത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ റിസൾട്ടിങ്, താഴേക്കിടയിലേക്കൂടെ ഡെലിഗേറ്റ് ചെയ്ത്, അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആവുമോ? ഓവർ ബേർഡൻഡ് ടോപ്പ് മാനേജ്മെന്റ് ആണോ? ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫാസ്റ്റർ ഡിസിഷൻ ഇല്ലേ. ഇപ്പൊ ടോപ്പ് മാനേജ്മെന്റ് അവർക്ക് ചെയ്യാനുള്ള കുറച്ച് ജോലികൾ, കുറച്ച് അതോറിറ്റി കാര്യങ്ങളും ഒക്കെ എങ്ങോട്ട് കൊടുക്കുന്നു? താഴെ കൂടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ടു ലോവർ ലെവൽസ് ആണ് എന്ത്? ഡീസെൻട്രലൈസേഷൻ. അതുവഴി ഫാസ്റ്റർ ഡിസിഷൻ മേക്കിങ്ങും ഫ്ലെക്സിബിലിറ്റി ഒക്കെ പോസിബിൾ ആവുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത യൂണിറ്റ് ഓഫ് ഡിറക്ഷൻ മീൻസ്. എന്താണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ? വൺ ഹെഡ് വൺ പ്ലാൻ ആണല്ലേ. ഒരേപോലെ ഒബ്ജക്റ്റീവ് ഉള്ള, ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. വൺ ഹെഡ് വൺ പ്ലാൻ, വൺ ഹെഡ് വൺ പ്ലാൻ കേട്ടോ. വൺ ഹെഡ് വൺ പ്ലാൻ ആണ് എന്ത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, which school of management thought emphasis efficiency and scientific analysis of work? ബിഹേവിയറൽ സ്കൂൾ ആണോ, ക്ലാസിക്കൽ സ്കൂൾ ആണോ, സിസ്റ്റം തിയറി ആണോ, കണ്ടിജൻസി തിയറി ആണോ? നമ്മളെല്ലാം പഠിച്ചതാണ് ഇല്ലേ. സയന്റിഫിക് അനാലിസിസ് എവിടാണ്? ക്ലാസിക്കൽ സ്കൂളിലാണ്. കാരണം നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഏത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ടാണ്? ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്. ഹ്യൂമൻ റിലേഷന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതാണ് ബിഹേവിയറൽ.
ഇല്ലേ, ഇന്റർ റിലേറ്റഡ് പാർട്സ് അല്ലെങ്കിൽ ഒരുപാട് സബ് സിസ്റ്റംസ് ചേരുന്നതാണ് എന്ത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് ഇത് സിസ്റ്റം തിയറി. ഒരു പ്രത്യേകിച്ച് ഒരു യൂണിവേഴ്സൽ തിയറി ഇല്ല, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യണമെന്ന് പറയുന്നതാണ് ഇത് കണ്ടിജൻസി തിയറി. നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി വരുന്ന ഏതിനകത്താണ്? ക്ലാസിക്കൽ സ്കൂളിനകത്താണ്. ഓക്കെ, ക്ലിയർ. Who is credited with developing the principle of scientific management? Repeated question ആണ്. ഏതാണ്? F.W. Taylor ആണ്. The concept of bureaucracy എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? മാക്സ് വെബർ ആണ്. ബ്യൂറോക്രസി തിയറി ഏത് ഇറയിൽ വരുന്നതാണ്? ക്ലാസിക്കൽ സ്കൂളിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, മാക്സ് വെബർ ആണ് ബ്യൂറോക്രസി തിയറി കൊണ്ടുവന്നത്. ഈ ബ്യൂറോക്രസി തിയറിയിൽ പറയുന്നത് എന്താണ്? അവിടെയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അതനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഡിവിഷൻ ഓഫ് വർക്ക് അതിൻ്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, ഹോർത്തോൺ സ്റ്റഡീസ് ആർ കണ്ടക്റ്റഡ് ബൈ. ഹോർത്തോൺ സ്റ്റഡീസ് ആരാണ് കണ്ടക്ട് ചെയ്തത്? എൽട്ടൺ മായോ ആണ്. ഹോർത്തോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത് എൽട്ടൺ മായോ ആണ്. എവിടാണ്? വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി, ചിക്കാഗോയിലെ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലാണ് ഹോർത്തോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത്. നീഡ് ഹൈറാർക്കി ആയിട്ട് ബന്ധപ്പെട്ട ആളാണ് ആര്? എബ്രഹാം മാസ്ലോ. ആരാണ്? എബ്രഹാം മാസ്ലോ. Which approach to management focus on the human relation and needs of employees? ഹ്യൂമൻ റിലേഷനും എംപ്ലോയീസിൻ്റെ നീഡ്സിനും പ്രാധാന്യം കൊടുക്കുന്ന മാനേജ്മെന്റ് സ്കൂൾ ഏതാണ്? ക്ലാസിക്കൽ അപ്രോച്ച് ആണോ? സയന്റിഫിക് മാനേജ്മെന്റ് ആണോ? ബിഹേവിയറൽ അപ്രോച്ച് ആണോ? ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ആണോ? നമ്മുടെ മാത്തമാറ്റിക്കൽ സ്കൂളൊക്കെ ഏത് അപ്രോച്ചിനകത്ത് വരും? ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിനകത്ത് വരും കേട്ടോ. നമ്മുടെ മാത്തമാറ്റിക്കൽ സ്കൂളൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഇറയിൽ വരുന്നതാണ്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ വരുന്നതാണ്. ബിഹേവിയറൽ അപ്രോച്ച് ആണ് അല്ലേ? ഇവിടുത്തെ ആൻസർ ഏതാണ്? ബിഹേവിയറൽ അപ്രോച്ച് ആണ്. അതായത് ഹ്യൂമൻ റിലേഷന് പ്രാധാന്യം കൊടുക്കുന്ന, എംപ്ലോയീസിന്റെ നീഡ്സിന് പ്രാധാന്യം കൊടുക്കുന്നത് ഏതാണ്? ബിഹേവിയറൽ അപ്രോച്ച് ആണ്. ഹെൻറി ഫയോൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മാനേജ്മെന്റ് അപ്രോച്ച്? ക്ലാസിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രോച്ച് ആയിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിന്റെ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണ് ആര്? ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു ആര്? ഹെൻറി ഫയോൾ. ദ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ടു മാനേജ്മെന്റ്. ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്കൽ സ്കൂൾ ഏത് അപ്രോച്ചാണ്? ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചാണ്. അതിനകത്ത് നമ്മൾ പഠിച്ചാണ് ഓപ്പറേഷൻ റിസർച്ച് തുടങ്ങിയ ഗെയിമിംഗ് തിയറി, ഇതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്? മാത്തമാറ്റിക്കൽ സ്കൂളിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഏതാണ്? ഓപ്പറേഷൻ റിസർച്ച് അല്ലേ? കാരണം ബിഹേവിയറൽ സയൻസ് നീഡ് ഹൈറാർക്കി അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷന് പ്രാധാന്യം കൊടുക്കുന്നു, എംപ്ലോയീസിന്റെ നീഡിന് പ്രാധാന്യം കൊടുക്കുന്നു. എബ്രഹാം മാസ്ലോ ഒക്കെയാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. ബ്യൂറോക്രസി തിയറി കൊണ്ടുവന്നത് മാക്സ് വെബർ ആണ്. സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോവുക. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന് തന്നെയാണ് ബ്യൂറോക്രസി തിയറിയിലും പ്രാധാന്യം കൊടുക്കുന്നത്. ഹ്യൂമൻ റിലേഷനായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് എൽട്ടൺ മായോ. ഹ്യൂമൻ റിലേഷൻ എന്ന് പറഞ്ഞാലും എന്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ നീഡിനും കാര്യങ്ങൾക്കുമാണ് എവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? ഹ്യൂമൻ റിലേഷനിലും പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഏതാണ്? ഓപ്പറേഷൻ റിസർച്ച് ആണ്. ഓപ്പറേഷൻ റിസർച്ച് ആണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. ഓപ്പറേഷൻ റിസർച്ച് മാത്തമാറ്റിക്കൽ സ്കൂളിനകത്ത് വരുന്നതാണ് അല്ലേ? കണ്ടിജൻസി അപ്രോച്ച് ടു മാനേജ്മെന്റ്. വൺ ബെസ്റ്റ് വേ ടു മാനേജ്. ഒരു കാര്യം ചെയ്യാൻ ഒരു ബെസ്റ്റ് വേ ഉണ്ട്. റിജിഡ് റൂൾസ് ആൻഡ് ഹൈറാർക്കി, എംപ്ലോയി മോട്ടിവേഷൻ, the environment dictates management style. ഇത് എൻവയോൺമെന്റിനനുസരിച്ച്, ബിസിനസ് എൻവയോൺമെന്റിനനുസരിച്ച്, ബിസിനസ്സിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഏത് മാനേജ്മെന്റ് സ്റ്റൈലാണോ അഡോപ്റ്റ് ചെയ്യാനുള്ളത് അത് അഡോപ്റ്റ് ചെയ്യുക. അല്ലാതെ യൂണിവേഴ്സൽ തിയറിയോ കാര്യങ്ങളോ അല്ലെ എഴുതപ്പെട്ട നിയമങ്ങളോ ഒന്നുമില്ലെന്നാണ് ഏത് തിയറിയിൽ പറയുന്നത്? കണ്ടിജൻസി തിയറിയിൽ പറയുന്നത്. ഓക്കെ, കണ്ടിജൻസി തിയറി ഇയർ 1970 ആയിരുന്നേ. കണ്ടിജൻസി തിയറി ഇയർ ഏതായിരുന്നു? 1970. Who introduced the theory of functions of management? Functions of management എന്നുള്ള തിയറി കൊണ്ടുവന്നത് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. നോ ഡൗട്ട് ഹെൻറി ഫയോൾ.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, സിസ്റ്റം ഓഫ് ഇന്റർ റിലേറ്റഡ് പാർട്സ്. ഏത് സ്കൂളാണ്? സിസ്റ്റം സ്കൂളാണ്. ഓക്കെ, സയന്റിഫിക് തിയറി അറിയാം, സിസ്റ്റം തിയറി, ക്ലാസിക്കൽ തിയറി, ബിഹേവിയറൽ തിയറി. ഹ്യൂമൻ നീഡ്സിന് പ്രാധാന്യം കൊടുക്കുന്ന തിയറിയാണ് ഇത് ബിഹേവിയറൽ തിയറി. ക്ലാസിക്കൽ സ്കൂളിനകത്ത് വരുന്നതാണ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റും സയന്റിഫിക് തിയറിയും. അതുപോലെ തന്നെ ഏതാ ബ്യൂറോക്രസിയും ക്ലാസിക്കലിനകത്ത് വരുന്നതാണ്. സിസ്റ്റം തിയറിക്കകത്താണ് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സബ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഇന്റർ റിലേറ്റഡ് പാർട്സ് ചേരുന്നതാണ് എന്ന് പറയുന്ന തിയറി ഏതാണ്? സിസ്റ്റം തിയറിയാണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, അതുപോലെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ഏരിയ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ നടത്താം. ലൈവ് സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കി വെച്ചേക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇതോടുകൂടി എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.